നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ മറ്റൊരു ഡിന്നർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡിന്നറിന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് മുട്ട കൊണ്ട് റോസ്റ്റാണ്, എഗ്ഗ് റോസ്റ്റാണ്. എൻ്റെ വൈഫ് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു സൈഡ് ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ, എഗ്ഗ് റോസ്റ്റ്. ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. സാധാരണ നിങ്ങൾ കണ്ടത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എഗ്ഗ് റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. സോ നമുക്ക് ഐറ്റങ്ങളിലേക്ക് കടക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഐറ്റംസ് മാത്രമുണ്ട് വെച്ചിരിക്കുന്നത്. അത്രയും വെച്ചിട്ട് ചെറിയൊരു പ്രിപ്പറേഷൻ, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ഐറ്റങ്ങളിലേക്ക് കിടക്കാം. 6 മുട്ടയ്ക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ഐറ്റംസ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഒരു 6 തന്നെ മീഡിയം സവാള വെച്ചിട്ടുണ്ട്, ഒരു 3 ടൊമാറ്റോ വെച്ചിട്ടുണ്ട്, മീഡിയം പീസ് ഇഞ്ചി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്, 10 അല്ലി വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 3 പച്ചമുളക്, കുറച്ച് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. ഇത്രയും വെച്ച് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഞാനൊരു പാന് അടുപ്പത്തേക്ക് വെച്ച് ഇത് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാന് ചൂടാകുമ്പോഴത്തേക്ക് ഇതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി ഒഴിച്ചാൽ മതി കേട്ടോ വെളിച്ചെണ്ണ. സോ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് എടുത്ത ഐറ്റംസ് ഒന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഞാൻ സവാള ഇടുവാണ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ടൊമാറ്റോ, പിന്നെ ഒരു ടീസ്പൂൺ കണക്കാക്കി ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അതിനുശേഷം നമുക്ക് എന്താ അടുത്ത പ്രോസസ്സ് നോക്കാം. അപ്പോൾ നമ്മുടെ സവാളയും ടൊമാറ്റോയൊക്കെ ഒന്ന് വാടി വന്നത് കണ്ടല്ലോ. ഞാൻ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് ആ സവാളയും ടൊമാറ്റോയും കട്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാധാരണ നമ്മൾ എഗ് റോസ്റ്റിന് അങ്ങനെയല്ല കട്ട് ചെയ്യുക, സ്ലൈസായിട്ട് ചെയ്യാം. ഇത് കുറച്ച് വലിയ ആയിട്ട് ചെയ്യാനുള്ള കാരണം നമ്മൾ ഇനി ഇതിനെ ഒന്ന് മിക്സിക്ക് ചെറുതായിട്ട് അടിച്ചെടുക്കും. നമ്മുടെ പ്രോസസ്സ് ഭയങ്കര ഈസി ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനും വൈകിട്ട് നിന്ന് നമുക്ക് തണുക്കാൻ വെക്കാം, കുറച്ച് നേരം തണുക്കാൻ വെക്കണം കേട്ടോ. നമ്മൾ ഈ സമയം മുട്ടയെന്ന് വേവാൻ വെക്കുകയാണേ. നമ്മൾ 6 മുട്ടയ്ക്കാണ് ചെയ്യുന്നത്. എപ്പോഴും മുട്ട വേവാൻ വയ്ക്കുമ്പോൾ കുറച്ച് അധികം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മുട്ടയ്ക്കും ചെറിയൊരു ഉപ്പ് രസം കിട്ടും. തോട് ഇളകി വരാനും എളുപ്പമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നിട്ട് മുട്ട മുങ്ങിക്കിടക്കാൻ കണക്കായിട്ട് വെള്ളം ഒഴിക്കാം. മുട്ട വേവട്ടെ. മുട്ട വേവുന്ന സമയം കൊണ്ട് ഞാൻ ഇതിലൊന്ന് മിക്സിക്ക് അടിച്ചു കൊണ്ടുവരാം. ചെറുതായിട്ട് കളിച്ചാൽ ഞാൻ കാണിച്ചിട്ടെങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ മിക്സ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ മിക്സിക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര തന്നെ ആയാൽ മതി കേട്ടോ, ഒത്തിരി വേണ്ട. അപ്പോൾ അതേസമയം നമ്മുടെ മുട്ടയും ഇത് തിളയ്ക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ മുട്ടയെ പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുക. തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി പൊളിച്ചെടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ മുട്ടയപ്പം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെയ്യേണ്ടത് ഈ മുട്ട ഈ കത്തി കൊണ്ടിട്ടേ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. കുറേ വര ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ, മസാല പിടിക്കാൻ വേണ്ടിയാണേ. അപ്പോൾ മുട്ടയെല്ലാം ഞാൻ വരഞ്ഞൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതേസമയം നമ്മുടെ ഉരുളി വീണ്ടും വൃത്തിയാക്കി ഞാൻ വീണ്ടും അടുപ്പത്തേക്ക് വെച്ച് ചൂടായിരിപ്പുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എപ്പോഴും മുട്ട റോസ്റ്റ് വെളിച്ചെണ്ണ ഉണ്ടാക്കണതാണ് നല്ലത് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മിക്സിക്ക് അടിച്ച ആ മിക്സില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ശരിക്കും മൂപ്പിക്കണം. കാരണം മുട്ട കറി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ടൈം എടുക്കും എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ. കാരണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. റോസ്റ്റ് ആണെങ്കിൽ എത്രത്തോളം റോസ്റ്റ് ആവുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ മിക്സ് ഉണ്ടല്ലോ ശരിക്കും നന്ന മൂത്ത് വരുന്നവർ നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മുടെ മിക്സ് ഇതാ നന്നായിട്ടൊന്ന് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ചേർക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു 1.5 ടീസ്പൂൺ സാധാ മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ല നിറം കിട്ടാൻ ഇടുന്നതാണ്. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ അല്പം അളവ് കുറച്ചിട്ട് സാധാ മുളക് പൊടിന് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, വലിയ ജീരകം പൊടിച്ചത്. 1.5 ടീസ്പൂൺ കുരുമുളക്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയും പിന്നെ ആദ്യത്തെ മിക്സും എല്ലാം ശരിക്കും ഒരു കറുത്ത നിറത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഞാൻ കുറച്ച് വെള്ളം അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ആവശ്യമുള്ള ഗ്രേവിയാക്കി എടുക്കുക അതിനെ. ഞാൻ ഇത്രയും നേരം ലോ ഫ്ലെയിമിലാണ് ചെയ്തത്. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുകയാണേ.
അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വീണ്ടും എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി കണ്ടോ നല്ല തിക്കായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഞാൻ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ബട്ടർ. ഒരു ചെറിയ പീസ് ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ നമ്മൾ കറിവേപ്പില ചേർത്തിട്ടില്ല, പകരം ഞങ്ങൾ ചേർക്കുന്ന കസൂരി മേത്തി എന്നൊരു സാധനമാണ്. ഉലുവയിലയില്ലേ, ഈ കസൂരി മേത്തി ഇങ്ങനെ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും കടകളിൽ. ഉലുവയുടെ ഇലയാണ്. ഇതെല്ലാം ഓപ്ഷണലാണ്, പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശരിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നിങ്ങൾ ബട്ടറോ കസൂരി മേത്തിയോ ഇല്ലയെന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കരുത്. ഇതൊരു എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഗ്രേവിക്ക്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇതേ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാമല്ലേ എന്ത് കിടിലൻ ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ ഇതിനെ ഞാനിനി ഒന്ന് മാറ്റി വെക്കുക കേട്ടോ, സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി ചെറിയൊരു പ്രോസസ്സ് കൂടെ ബാക്കിയുണ്ട്. ഞാൻ പാൻ വീണ്ടും അടുപ്പത്തേക്ക് വെക്കുകയാണ്. വേറൊരു പാനാണ് വെക്കണം കേട്ടോ. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം കുറച്ച് ഒരു അല്പം വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സോ ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കണക്കാക്കി കുരുമുളക് പൊടിയും കൂടി ഇടുക. ഒരു 1/4 ടീസ്പൂൺ തന്നെ ഉപ്പും കൂടി ഇടുക. സോ ഇത്രയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പൊളിച്ച മുട്ടയില്ലേ, മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, ഒരു കളറും കിട്ടും. അതിനുവേണ്ടി ഇത് ചെയ്യുന്നത് കേട്ടോ. ചിലർ ഈ മുട്ട ഹാഫ് ആക്കിയിട്ട് അങ്ങനെ ഫ്രൈ ആക്കിയിട്ടും ചെയ്യാറുണ്ട്. ഞങ്ങൾ ഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ മസാല കുരുമുളകൊക്കെ ഇടുമ്പോൾ ഒരു നല്ല കളറും കിട്ടും. ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അത് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ മുട്ട നോക്കിക്കേ, ഇപ്പോൾ ആവശ്യത്തിന് എല്ലാ വശവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിനെ അതിലേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ ആ പാത്രം ഇങ്ങോട്ടൊന്ന് മാറ്റാം കേട്ടോ. നമ്മുടെ ഗ്രേവി ഒന്നും കൂടെ തിക്കായി ഇരിപ്പുണ്ട് കേട്ടോ. നമുക്കിനി ആ മുട്ടയെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിടിലൻ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാം തരം എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം ഡൈനിങ് ടേബിളിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് ദേ അടിപൊളിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. കാണാൻ കിടിലൻ ലുക്കാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നത്. എന്നാലും ഒരെണ്ണം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഗ്രേവി കണ്ടോ, ശരിക്കും നല്ല റോസ്റ്റായിരിപ്പുണ്ട്. അതിൻ്റെ പുറമൊക്കെ നല്ല ഫ്രൈ ആയിട്ട് കുറച്ച് ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കിഡിലിനായിട്ട് വന്നിട്ടുണ്ട്. മസാലയും ഉപ്പും എല്ലാം വളരെ കൃത്യമായിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി തന്നെ ഞാൻ കരുതുന്നു. എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം കൂടിയാണ്. എന്നെ ഗൈഡ് ചെയ്തൊക്കെ പുള്ളിക്കാരി കേട്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി തന്നെ ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.